തൊടുപുഴ പെരുമാങ്കണ്ടത്ത് കാർ കത്തി ഒരാൾ മരിച്ചു. സിബി എരപ്പനാലാണ് മരിച്ചത്. വാഹനം റോഡിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട നിലയിലായിരുന്നു. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ഈ കത്തി നശിച്ച കാറ് ഈസ്റ്റ് സ്വദേശിയായിട്ടുള്ള ഈ എരപ്പന സിബി എന്ന് പറഞ്ഞ ആളുടെ വാഹനമാണ്. അപ്പം മക്കൾ വന്ന് വാഹനം കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലുള്ള ആൾ സിബി തന്നെയാണെന്നുള്ളത് പിന്നീടുള്ള പരിശോധന മനസ്സിലാവുള്ളൂ. മൊത്തം കത്തിക്കരിഞ്ഞാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസരം നിൽക്കുന്നത്. ഫയർഫോഴ്സിന് വണ്ടി പോകണമെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. എന്നാണ് വണ്ടി കത്തി നശിച്ചായിട്ട് പറഞ്ഞത്. ഇവിടെ വന്ന ശേഷം നമ്പർ പ്ലേറ്റ് കണ്ടപ്പോഴാണ് മക്കൾ വന്ന് കൺഫേം ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, എന്താണ് സംഭവിച്ചത്? ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട കാർ പെട്ടെന്ന് തീ ഉയരുന്നത് കണ്ട് നാട്ടുകാരാണോ സംഭവം ആദ്യം അറിയുന്നത്? ഇപ്പോൾ കാറ് മക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, സിബിയാണെന്ന് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം? എന്തെങ്കിലും ദുരൂഹത ഈ ഘട്ടത്തിലുണ്ടോ? അപകടമാണോ? സുഹൈൽ, സ്വാഭാവികമായിട്ടും അസ്വാഭാവികത പോലീസ് ആരോപിക്കുന്നുണ്ട്. കാരണം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനല്ല തീ പിടിച്ചത്. ഒരു റോഡിൽ നിന്ന് ഒരല്പം മാറി ഒരു റബ്ബർ തോട്ടത്തിനകത്തേക്ക്, ഒരു ഗേറ്റ് തുറന്ന് റബ്ബർ തോട്ടത്തിനകത്തേക്ക് കയറ്റി നിർത്തിയിട്ടിരുന്ന നിലയിലാണ് വാഹനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നുള്ളൊരു അവ്യക്തത അല്ലെങ്കിൽ അതൊരു ദുരൂഹത പോലീസ് ആരോപിക്കുന്നുണ്ട്. EN സിബി എന്ന എരപ്പനാൾ സിബിയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. രാവിലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയതാണ്. തിരിച്ചെത്താതായതോടുകൂടി ആളുകൾ ഇങ്ങനെ ഒരു വിവരം, കാർ കത്തിയെന്നൊരു വിവരം കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ വന്ന് ഈ കാർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിനുണ്ടായിരുന്ന സിബി തന്നെയാണെന്നുള്ള സ്ഥിരീകരണം കൂടി ഈ ഘട്ടത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി സമയം, ആ സമയത്തോടു കൂടിയാണ് ഈ കാറിന് തീ പിടിക്കുന്നത്. വലിയ പുകയും തീയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ തീ അണയ്ക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. വലിയ രീതിയിൽ ആളി കത്തുകയായിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ്, തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. തീ അണച്ചതിന് ശേഷമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം അതിനകത്തുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സംഭവം ഇതിന് പിന്നിലുണ്ടോ, വാഹനത്തിനകത്ത് എന്തെങ്കിലും പെട്രോളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ആ വാഹനത്തിൻ്റെ അകംഭാഗമാണ്, അതായത് ഈ ഡ്രൈവർ സീറ്റും അതുപോലെ തന്നെ മുൻവശത്തെ 2 സീറ്റും ഇരിക്കുന്ന ഭാഗത്താണ് പ്രധാനമായിട്ടും തീ പിടിച്ചിരിക്കുന്നത്. അവിടെ മാത്രമായിട്ട് അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ അവിടെ മാത്രം അത്രയും ഒരു വ്യാപ്തിയിൽ തീ പടർന്നു പിടിച്ചതിൻ്റെ ഒരു സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പോലീസും ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും ഇതിനോടകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളല്ല. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സംശയങ്ങളിലേക്ക് പോകാൻ ഇടയാക്കുന്ന തരത്തിൽ യാതൊരു കാര്യവും സിബിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ബന്ധുക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സഹകരണ ബാങ്ക് മുൻ ജീവനക്കാരൻ കൂടിയായിരുന്നു സിബി. അതുകൊണ്ട് തന്നെ മറ്റ് ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്ക് ഇദ്ദേഹത്തെ അറിയാം. ബാങ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അറിയാം, നാട്ടുകാർക്കറിയാം. ഇദ്ദേഹത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളോ ഉണ്ടായിരുന്നതായി ആർക്കും തന്നെ അറിയില്ല. എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം ആണ് എങ്കിൽ അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്താണെന്നുള്ള സംശയങ്ങളൊക്കെ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കാറിന് തീ പിടിക്കാൻ യാതൊരു സാഹചര്യവുമില്ല. ഓടിക്കൊണ്ടിരുന്ന കാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് തീ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് സംശയിക്കാൻ കഴിയും. ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കതിൽ സംശയിക്കാൻ കഴിയും. പക്ഷേ നിർത്തിയിട്ടിരുന്ന കാറിന് എങ്ങനെ തീ പിടിച്ചു എന്നതൊരു സംശയകരമായ കാര്യം തന്നെയായി തുടരുകയാണ്. അതാണ് വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പോലീസും പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പൂർത്തിയാക്കും. അതിനുശേഷം ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഒരു പരിശോധന ഉണ്ടെങ്കിൽ അതുകൂടി നടത്തിയതിന് ശേഷം മൃതദേഹം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക്, തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും വന്ന് ഈ കാറ് സിബിയുടെ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനകത്ത് സിബി ആണെന്നുള്ള കാര്യം ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അല്പസമയത്തിനകം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ.